നമുക്കിപ്പോൾ നമ്മോടൊപ്പം ഒരു അതിഥി ചേരുന്നു. മോനെ മൈക്കെല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. ജെഫിനാണ് ചേരുന്നത്. ജെഫിൻ നമ്മൾ പറയാം കഥാപ്രസംഗമാണ് ജെഫിന്റെ മുഖ്യ ഇനം. മലയാളം പ്രസംഗമാണ് കേട്ടോ. സോറി ജിംഷാദെ, തെറ്റിപ്പോയി. മലയാളം പ്രസംഗമാണ്. എന്നാ അറിയോ, ഇവിടെ ചുറ്റിനും അപ്പുറത്തും ഇപ്പുറത്തും മൈക്കുകളുടെ സ്പീക്കർ സിസ്റ്റത്തിന്റെ വളരെ വലിയ വോളിയമാണ്. സ്റ്റേജിൽ പെർഫോമൻസ് നടക്കുന്നു, ചാനലുകളുടെ സ്റ്റോളുകൾ അപ്പുറം ഇപ്പുറം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഈ പറയുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരുന്നു. അതാണ് പ്രശ്നം. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. മലയാളം പ്രസംഗം ജെഫിൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഇടുക്കി ജില്ല. ഒന്ന് വിശദീകരിച്ച് പറഞ്ഞേ ജെഫിനെ കുറിച്ച്. എൻ്റെ പേര് ജെഫിൻ എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിലെ വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എനിക്ക് ലഭിച്ച വിഷയം നിർമ്മിത ബുദ്ധിയുടെ സന്മാർഗത എന്നതായിരുന്നു. അതായത് നിർമ്മിത ബുദ്ധി, AI എന്ന് പറയുന്ന നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ്. അപ്പോൾ അതിനെ രണ്ടിനെയും കോർത്തിണക്കിക്കൊണ്ടൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പ്രസംഗമാണ് ഞാൻ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും നിർമ്മിത ബുദ്ധി നമുക്ക് ആവശ്യമുണ്ട്, എന്നാൽ അവ പരിധി കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് അത് വലിയേറെ ദോഷം ചെയ്യുന്നുണ്ട്. ഈ ഒരു ആശയത്തിലായിരുന്നു ഞാൻ പ്രസംഗം അവതരിപ്പിച്ചത്. A ഗ്രേഡ് ഉണ്ട്. ഓക്കെ, നമുക്ക് പ്രസംഗം പറയാം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും, ഞാൻ സംസാരിക്കുന്ന ഈ മൈക്ക് മുതൽ നിങ്ങൾ കാണുന്ന TV വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വളർന്നു വന്നതാണെന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI നമ്മുടെ സമൂഹത്തിന് വളരെയേറെ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ അറിവില്ലായ്മയെ അറിവാക്കുവാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് വിവര സാങ്കേതിക വിദ്യയെ ഒരു മൊബൈൽ ഫോണിലൂടെ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുവാനായിട്ടും ഒക്കെ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി. തീർച്ചയായിട്ടും സൗദി അറേബ്യ സോഫി എന്ന റോബോട്ട് ഇറക്കിയത് മുതൽ ഇന്ന് നമ്മൾ ചന്ദ്രനിൽ എത്തിക്കുവാനായിട്ട് നമ്മുടെ പേടകങ്ങളിലകത്ത് വരെ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ പോലും നമ്മളുടെ സമൂഹത്തിൽ ഈ AI കൊണ്ട് വളരെയേറെ ദോഷം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ഇന്ന് ChatGPT പോലുള്ള വളരെ അവൈലബിൾ ആയിട്ടുള്ള ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ഹോംവർക്കുകൾ, നമ്മുടെ ബുദ്ധിയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവയെ മാറ്റി നിർത്തുന്ന കൊണ്ട് നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്, അമിതമായാൽ അമൃതവും വിഷം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിർവരമ്പുകളെ മനസ്സിലാക്കി അതിനെ എങ്ങനെ നിർത്തണമെന്നൊരു മനസ്സിലാക്കുന്ന ഒരു യുവതലമുറയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ വേണം ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം ചെയ്യാൻ എന്നൊരു ആശയത്തോടെയാണ് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചത്. ഓക്കെ, ഇങ്ങനെ തന്നെയായിരുന്നോ പെർഫോമൻസ്? അതെ തന്നെ. ഓക്കെ, എന്തായാലും നിർമ്മിത ബുദ്ധി AI എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും പുതിയൊരു സാങ്കേതിക വിദ്യയായി മാറിയിട്ടുണ്ട്. അതിൽ തന്നെ ഡെവലപ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അനുദിനം ഡെവലപ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും പുതിയ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ ജെഫിൻ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. ജെഫിന്റെ വളരെ മനോഹരമായ ഒരു പ്രസംഗമായിരുന്നു. സമ്മാനം എന്താണ് കിട്ടിയത്? റിസൾട്ടൊക്കെ വന്നില്ലേ? A ഗ്രേഡ് ഉണ്ട്. A ഗ്രേഡ് ഉണ്ട്. നമുക്ക് സംസ്ഥാന മത്സരങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകൾ ഇല്ലല്ലോ, A ഗ്രേഡ് ആണ്. എന്താണ് ഈ വിഷയം ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം എന്താണ്? നമുക്ക് എക്സ്റ്റംബർ ആയിട്ട് തരുമായിരുന്നു. അവർ തരുന്ന വിഷയം നമുക്ക് 3 മിനിറ്റ് മുൻപ് വിഷയം തരും. നമുക്ക് 3 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാൻ സമയം, അതിനുശേഷം 5 മിനിറ്റ് നമുക്ക്. ഈ 3 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ജെഫിൻ തയ്യാറെടുത്തത്? എങ്ങനെയാണ് നമ്മൾ വായന ഇതിനു മുൻപ് നമ്മൾ തയ്യാറായിട്ടാണല്ലോ വരുന്നത്. ഏകദേശം നമുക്ക് വായിച്ചും നമുക്ക് അവിടുന്നും കിട്ടിയ അറിവുകളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒത്തിരിയധികം വായിക്കും. ആ വായിക്കിൽ നിന്ന് കിട്ടിയ അറിവ് ലഭിച്ചതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ പറയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ജെഫിൻ പറയുന്നതേ അറിയാം, ഇത് പറഞ്ഞു പഠിപ്പിച്ചതൊന്നുമല്ല. ജെഫിന്റെ ആ ഒരു വായന, അത്തരത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ്, അതുകൊണ്ട് ജെഫിൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വെക്കുകയായിരുന്നു, പ്രസംഗിക്കുകയായിരുന്നു. വളരെ നന്ദി ജെഫിനെ ഞങ്ങളോടൊപ്പം കൂടിയതിന്. എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. ജെഫിനൊരു സമ്മാനം കൊടുക്കാം. ഓക്കെ, ഇത് കേരള വിഷന്റെ പ്രത്യേക ട്രോഫിയാണ്. ഓക്കെ, കട്ടപ്പനയ്ക്ക് കൊണ്ടുപോകും, ഇടുക്കിക്ക് കൊണ്ടുപോകും. ഓക്കെ അജിംഷാദെ, നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം.